കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മുടെ പ്രോഗ്രാം 2 പേരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒന്ന് വൈക്കത്ത് നിന്നും ഓമന തങ്കപ്പനാണ്. ഈ സിസ്റ്റർ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണതിനെ തുടർന്ന് തലയിൽ മുറിവുണ്ടായി, അതോടൊപ്പം കൈ പൊക്കാൻ കഴിയുന്നില്ല, തിമിരമുണ്ട്, വയറിന് ഇടത് സൈഡിൽ വേദനയുണ്ട്. ഇതെല്ലാം മാറി ആരോഗ്യത്തോടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു നിമിഷം ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കൃപ ഈ കുടുംബത്തിൽ ചലിക്കണം അപ്പാ. വീണതിനെ തുടർന്നുണ്ടായ എല്ലാ ശാരീരിക പ്രയാസങ്ങളും മാറട്ടെ അപ്പാ. കർത്താവേ, സിസ്റ്റർമേൽ അവിടുത്തെ പ്രവൃത്തി ഉണ്ടാകണം, അവിടുത്തെ സാന്നിധ്യം ചലിക്കണം അപ്പാ. കർത്താവേ, ഇവർ കർത്താവിൻ്റെ വേലയ്ക്ക് വിതയ്ക്കുമ്പോൾ ഇവരുടെ ഹൃദയത്തിലെ സന്തോഷം പൂർണ്ണമാകുവോളം, ഇവരുടെ ജീവിതത്തിൽ ഇവർ ഞരങ്ങുന്ന ഞരക്കത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്ന വിധത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം അപ്പാ ഈ വീട്ടിൽ ചലിക്കട്ടെ അപ്പാ. അവിടുത്തെ നിറവ് ചലിക്കട്ടെ, ആരോഗ്യത്തിലേക്ക് വരട്ടെ. കർത്താവെ, കണ്ണുകളിലെ തിമിരം മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ അപ്പാ. വയറിന് സൈഡിലുള്ള വേദന മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കണം അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, കൈ ഉയർത്താൻ കഴിയുന്നില്ല, അതിന്മേൽ നിൻ്റെ സൗഖ്യം ചലിക്കണം അപ്പാ. ആ കൈകളിലെ പ്രയാസം മാറട്ടെ അപ്പാ, ആ കൈകളിലെ പ്രയാസം മാറട്ടെ അപ്പാ. അതോടൊപ്പം തന്നെ ഇപ്പോഴായിരിക്കുന്ന വസ്തു വിറ്റിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് അവർക്കാകുവാൻ കഴിയണം അപ്പാ. ദൈവത്തിൻ്റെ കൃപ ചലിക്കണം. കർത്താവെ, ഇവർ ആഗ്രഹിക്കുന്നിടത്ത് നല്ലയിടത്ത് ഇവരായിരിക്കുവാനിടയാകട്ടെ. അതേപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു ജോലി ഉണ്ടാകണം. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ആമീൻ. എന്നാൽ അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നിന്നും മിന്നുവും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. മിന്നു പറയുന്നത് വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി കുഞ്ഞുങ്ങളില്ല, തലമുറയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. നമുക്കൊരു നിമിഷം മിന്നുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും മിന്നുവിനെ ഓർത്താട്ടെ. കർത്താവെ, ഞങ്ങൾ ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ഇവരുടെ ലൈഫിൽ ദൈവം ചെയ്യുന്ന ഓരോ നന്മകൾക്കുമായി നന്ദി പറയുന്നു. കർത്താവെ, അടുത്ത ദിവസം ദൈവം തനിക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്ന വിധത്തിൽ ഒരു അത്ഭുതം ഈ വീട്ടിൽ നടക്കട്ടെ അപ്പാ. കർത്താവെ, തലമുറകളുണ്ടാകട്ടെ അപ്പാ, തലമുറകളുണ്ടാകട്ടെ അപ്പാ, തലമുറകളുണ്ടാകട്ടെ അപ്പാ. കർത്താവെ, അതേപോലെ ഇവർ ചോദിക്കുന്നത് പോലെ 30 സെൻറ്റ് സ്ഥലവും വീടും ഇവർക്കുണ്ടായി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഇവർ പ്രാർത്ഥിക്കുന്നത് ചോദിക്കുന്നത് ഇവരുടെ കൈകളിൽ ഈ നാളുകളിൽ അത് വരട്ടെ അപ്പാ, ഈ നാളുകളിൽ അത് അനുഭവിക്കട്ടെ അപ്പാ. കർത്താവെ, ഗോൾഡ് ലോണുകൾ ക്ലോസ് ആകട്ടെ, മുൻപിലായിരിക്കുന്ന ബാധ്യതകൾ തീരട്ടെ. അതേപോലെ തനിക്ക് നഷ്ടമായി പോയ ഗോൾഡും ക്യാഷും തൻ്റെ കൈകളിൽ തിരികെ ലഭിക്കട്ടെ അപ്പാ. സമൃദ്ധിയെ കൽപ്പിച്ചാക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവവചനത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവർ പ്രാർത്ഥിക്കുന്നത് പോലെ ഇവരുടെ ലൈഫിൽ ഉളവായി വരട്ടെ അപ്പാ. ഇവരുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ മഹത്വം ചലിക്കട്ടെ അപ്പാ. ഇരു കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ഇവർ ക്രിസ്തുവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പോൾ ഇവർ കർത്താവിൻ്റെ വേലയ്ക്ക് വിധിച്ചത് നിമിത്തം കർത്താവെ, ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ വീട് ദൈവമഹത്വം അനുഭവിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നാട്ടിലെ ഉണർവ് പത്തനാപുരത്ത് ഫെബ്രുവരി 26 രാവിലെ 10:30 മുതൽ. സ്ഥലം ന്യൂ മംഗല്യ ഓഡിറ്റോറിയം, കല്ലുംകടവ്. മിറക്കിൾ സൺഡേ തൃശൂരിൽ മാർച്ച് 2 രാവിലെ 10:30 മുതൽ. സ്ഥലം താണ്ടിയേക്കൽ കൺവെൻഷൻ സെന്റർ, എലൈറ്റ് ഹോസ്പിറ്റലിന് സമീപം, കുറുക്കഞ്ചേരി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ്. നമുക്കറിയാം, യേശുവിൻ്റെ അടുക്കൽ സക്കായി ചെല്ലുന്നതിന് മുൻപും പിൻപും സക്കായിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചിട്ട്. അതുവരെ ആയിരുന്നത് പോലെയല്ല പിന്നീട് സക്കായി ആയത്. അതിനുശേഷം അവനെക്കുറിച്ചിട്ട് ലോകം പറയുന്നത് അവനൊരു റോൾ മോഡലായി എന്നാണ്. ഇതേപോലെയാണ് കർത്താവിൻ്റെ അടുക്കലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കർത്താവിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. പുതിയതും പഴയതും എന്ന വിധത്തിൽ ഒരു മാറ്റത്തെ ആ ദൈവശക്തിക്ക് കൊണ്ടുവരുവാനായി കഴിയും. മീൻ ഇതുവരെ നിന്നെ പഴയ വിധത്തിലാണ് അറിഞ്ഞിരുന്നതെങ്കിൽ ഇനി മുതൽ കർത്താവിൻ്റെ മകനെന്ന വിധത്തിൽ, അല്ലെങ്കിൽ സക്കായിക്കുണ്ടായൊരു മാറ്റം പോലെ പൂർണ്ണമായൊരു രൂപാന്തരമുണ്ടായൊരു വ്യക്തിയായി നമ്മളെ ലോകം അറിയാൻ പോവുകയാണ്. മീൻ നിങ്ങളുടെ ലൈഫിനെ കർത്താവ് മാറ്റുന്ന ദിവസങ്ങളാണ്. കർത്താവിനോടൊപ്പം സമയം ചെലവഴിച്ചാട്ടെ. ആരവനോടൊപ്പം ഇരിക്കുന്നോ അവരുടെ ജീവിതം മാറുവാനിടയാകും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം.
സക്കയൂസ് നീ എന്താണ്? അവൻ പറയും, ഞാനിപ്പോ കള്ളന്മാർക്ക് റോൾ മോഡലാണ്. കഴിഞ്ഞില്ല കേട്ടോ. അവനായി ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്. ഒരു മനുഷ്യൻ തിരിയുമ്പോൾ എങ്ങനെ തിരിയണമെന്ന് ലോകം സക്കയൂസിനെ നോക്കി പഠിക്കാൻ തുടങ്ങി. ഞാനൊരു ദൂത് പറയട്ടെ, നീ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ആകാൻ പോകുന്നു. ഇതെങ്ങനെ വിശദീകരിക്കുന്ന എനിക്ക് അറിയത്തില്ല. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡായി നീ മാറാൻ പോകുന്നു. ഒരിക്കൽ പിടിച്ചുപറിക്കാരെന്ന് പേരിട്ടവൻ ദൈവത്തിന്റെ കൂടെ നടന്നവനെന്നായി പേരാൻ പോകുന്നു. കേട്ടില്ല. ഒരിക്കൽ പാപി എന്ന് വിളിച്ചിരുന്നവനെ ആളുകൾ പറയാൻ തുടങ്ങി, ജീസസ് ഒരുമിച്ച് നടന്നവൻ. യേശു നടന്നവൻ, കൂടെ നടന്നവൻ, യേശു വീട്ടിൽ പോയവൻ, യേശു പേര് ചൊല്ലി വിളിച്ചവൻ എന്നൊക്കെയായി നിന്റെ പേര് മാറാൻ പോകുന്നു. യേശു തെരഞ്ഞെടുത്തവൻ, യേശു പേര് വിളിച്ചവൻ, യേശു കൂടെ നടന്നവൻ, യേശു വീട്ടിൽ പോയവൻ, യേശുവിന്റെ കൂടെ കഴിച്ചവൻ എന്നായി അവന്റെ പേര് മാറി. ആരെങ്കിലും സാന്നിധ്യത്തെ അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ കോളിംഗിലേക്ക് ദൈവം നിന്നെ വിളിച്ചെടുക്കും. ദൈവം പേര് വിളിച്ചവൻ, ദൈവം തെരഞ്ഞവൻ, ദൈവം കൂടെ നടന്നവൻ. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. ദൈവത്തോടൊപ്പം ഭക്ഷണം കഴിച്ചവൻ, ദൈവത്തെ വീട്ടിൽ താമസിപ്പിച്ചവൻ എന്ന് നിനക്ക് ഈ വർഷം പേരാകും. ഈ വർഷം പേരാകും. ദൈവം പേര് വിളിച്ചവനെന്നും ദൈവത്തോടൊപ്പം നടന്നവനെന്നും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കുക, ആമേൻ പറ. ദൈവം വീട്ടിൽ വസിച്ചവനെന്നും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്നും ദൈവത്തിന്റെ റോൾ മോഡൽ എന്നും. ഇത് ഞാൻ ഒരു ദൂത് പറയുന്നതായിട്ട് മാത്രം ചിന്തിക്കല്ലേ. നിങ്ങളെ ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ദൈവം ആക്കിയിരിക്കും. നിങ്ങളെ കണ്ടിട്ട് ആളുകൾ ആ വിധത്തിൽ മാറാനായി ശ്രമിക്കും. നിങ്ങളെ കണ്ടിട്ട് ആളുകൾ പറയും, ഓ അതുപോലെ നായാ മതി, അവിടെ പോലെ നടന്നാ മതി, അങ്ങനെ ഒന്ന് ജീവിച്ചാൽ മതി, അയാളെ പോലെ നായാ മതി, ആ മനുഷ്യനെ പോലെ ഒന്ന് ശുശ്രൂഷിച്ചാൽ മതി, ആ മനുഷ്യനെ പോലെ ഒന്ന് പ്രവചിച്ചാൽ മതി, ആ മനുഷ്യനെ പോലെ രോഗശാന്തി ചെയ്താൽ മതി, ആ മനുഷ്യനെ പോലെ ഭൂതത്തെ പുറത്താക്കിയാൽ മതി. You are going to be like that. എൻ്റെ ഒപ്പത്തിയോ, ഞാനിത് എൻ്റെ വികാരങ്ങളിൽ നിന്ന് പറയാന്ന് വിചാരിക്കരുത്. 10-25 കൊല്ലമായി സക്കയൂസിനെ വായിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ ഇങ്ങനെ വായിച്ചിട്ടില്ല, ഇങ്ങനെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? അതിൻ്റെ അർത്ഥം സിമ്പിളായ ചിലതിൽ നിന്ന് സ്വർഗം സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എന്നോടുള്ളതല്ല, സഭയോടുള്ളതാണ്. ആരാണോ സാന്നിധ്യത്തോടൊപ്പം നിൽക്കുന്നത്, സാന്നിധ്യത്തെ അന്വേഷിക്കുന്നവരെ പേര് ചൊല്ലി വിളിക്കും. സാന്നിധ്യത്തെ അന്വേഷിക്കുന്നവരെ കോളിംഗിലേക്ക് കടക്കും. സാന്നിധ്യത്തെ അന്വേഷിക്കുന്നവരെ കൈയടിക്കുക, ആമേൻ പറ, വീട്ടിൽ പാർക്കും. സാന്നിധ്യത്തെ അന്വേഷിക്കുന്നവരെ റോൾ മോഡലാക്കും. സാന്നിധ്യത്തെ അന്വേഷിക്കുന്നവരെ അവന്റെ സ്റ്റാൻഡേർഡ് ആക്കും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോ, ആമേൻ പറഞ്ഞോ. സാന്നിധ്യത്തെ അന്വേഷിക്കുന്നവരുടെ വീട്ടിൽ പാർക്കും. സാന്നിധ്യത്തെ അന്വേഷിക്കുന്നവരുടെ കൂടെ അവൻ ഭക്ഷണം കഴിക്കും. ഒരു വാചകം ഞാൻ ലാസ്റ്റത്തേക്ക് വെച്ചിരിക്കുക, അവിടുന്ന് അടുത്തതിലേക്ക് കയറാനുള്ളതാ. സാന്നിധ്യത്തെ അന്വേഷിക്കുന്നവരെ അവൻ മുഖാമുഖം കാണും. ഫേസ് ടു ഫേസ്, ഫേസ് ടു ഫേസ്. യോഹന്നാന്റെ ലേഖന സുവിശേഷം 1:38-39 വാക്യങ്ങൾ. ഇതാ യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർ വന്ന്, 2 പേര് വന്ന് യേശുവിനോട് ചോദിക്കുക, ഗുരു നീ എവിടെയാ പാർക്കുന്നത്? ഗുരു പറഞ്ഞു മറുപടി, വന്ന് കാണണം. വന്ന് കാണാൻ ചിലർക്ക് ഇൻവിറ്റേഷൻ കിട്ടുകയാ. സാന്നിധ്യത്തോടെ കൂടെ ആരെങ്കിലും, എനിക്ക് കരച്ചിലല്ലാതെ പറയാൻ പറ്റുന്നില്ല, സാന്നിധ്യത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വന്ന് കാണാൻ അവർക്ക് ഈ ദിവസങ്ങളിൽ ഇൻവിറ്റേഷൻ ലഭിക്കും. അവൻ താമസിക്കുന്ന ഇടം കാണാൻ ഇൻവിറ്റേഷൻ ലഭിക്കും. സ്വർഗം കാണാൻ ഇൻവിറ്റേഷൻ ലഭിക്കും. വന്ന് കാണാൻ ഇൻവിറ്റേഷൻ ലഭിക്കും. കൈകളടിക്കുന്നു നിങ്ങൾ. I am serious.
കഴിഞ്ഞ വർഷം ജനുവരി, ഫെബ്രുവരി, മാർച്ചുകളിൽ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ ചലിച്ചപ്പോൾ ഉണ്ടായത്, എനിക്ക് ഒരാളുടെ കൈകൾ പിടിക്കുമ്പോൾ അയാൾക്ക് സ്വർഗീയ അനുഭവങ്ങൾ ഉണ്ടാകുന്ന അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്നാൽ ഈ സീസൺ കുറച്ചുകൂടെ അപ്പുറത്താകട്ടോ, ഹയർ ലെവലാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ആരെങ്കിലും സീക്ക് ചെയ്യുന്നുവെങ്കിൽ അവർ സ്വർഗം വസിക്കുന്ന ഇടത്തേക്ക് ഇൻവിറ്റേഷൻ ഉണ്ടാകും. ചിലരെ ദൈവം ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു ഏഞ്ചൽ നിൽക്കുന്നത് കാണാം. അതിനെ ഞാൻ കണ്ടിട്ടുള്ളപ്പോഴൊക്കെ എനിക്ക് കൈകാലുകൾ വിറച്ചിട്ടുണ്ട്. അതേ ആൾ എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് എനിക്ക് കാണാം. സ്വർണ്ണ നിറമുള്ള ഒരുവൻ, തീ പോലെ കത്തുന്ന ഒരുവൻ. സ്വർഗം ചിലരോട് ഇടപെടുകയാ. ഞാൻ ചിലരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഐ എം ഗോയിങ് ടു ഇൻവൈറ്റ്. The presence of God, the presence of the Holy Spirit, the presence of the Holy Spirit, the presence of the Holy Spirit. അവൻ വസിക്കുന്ന ഇടത്തേക്ക് ചിലരെ ദൈവം ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതിനേക്കാൾ നല്ലത് ചിലരെ ദൈവം അവന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുകയാണ്. ഇത് നിത്യത എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള കൊണ്ടുപോകലല്ല, പകരം സ്വർഗീയ അനുഭവങ്ങളിലേക്കുള്ള കവാടം സ്വർഗം തുറക്കുകയാണ്. സ്വർഗീയ അനുഭവങ്ങളിലേക്കുള്ള ഇൻവിറ്റേഷൻ സഭയ്ക്ക് നൽകുകയാണ്. സ്വർഗീയ അനുഭവങ്ങളിലേക്കുള്ള വാതിൽ ദൈവമക്കൾക്ക് തുറക്കുകയാണ്. A season is opening. A season is coming. കഴിഞ്ഞ വർഷം എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ജോണേ, സ്വർഗം കേൾക്കാനുള്ളതല്ലടാ, കാണാനുള്ളതാ. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ചിലരെ തൊടുമ്പോ ഞാൻ ആഗ്രഹിക്കുന്ന ചിലരെ എവിടേക്ക് നടത്താൻ പറ്റുമോ? അതിന്റെ മറുപടിയിൽ കുറെ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. അതിലൊരു കാര്യമായിരുന്നു, നീ ഈ ദിവസങ്ങളിൽ ഇടുന്നത് അതിന്റെ വിത്താണ്. ആ വിത്തുകൾ മുളയ്ക്കും. അടുത്ത വർഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ചിലരുടെ ഉള്ളിലേക്ക് എനിക്കും അങ്ങനെ ഒന്ന് കയറി ചെല്ലണം എന്ന അത്യന്തമായ ആഗ്രഹം ഞാൻ ജനിപ്പിക്കും. അങ്ങനെ ആഗ്രഹം ജനിച്ച ഒരു കൂട്ടം എന്നെ കേൾക്കുന്നുണ്ട്, ഇപ്പൊ കാണുന്നുണ്ട്, ഇനി കാണാൻ പോകുകയാണ്. അവരോട് എനിക്ക് പറയാനുള്ളത്, this is a year for your invitations. Your invitations. അന്ത്രയോസും ഒരു സഹോദരനും കൂടെ യേശു താമസിക്കുന്ന ഇടത്തേക്ക് പോയി. എൻ്റെ കൂടെ ഉണ്ട് അടുത്ത വാചകം എഴുതിയിരിക്കുന്നത്, അവർ അന്ന് അവനോട് കൂടെ പാർത്തു. ചിലർ അവനോട് കൂടെ പാർക്കാൻ പോകുന്നു. വിട്ടുപിരിയാതെ അവനോട് കൂടെ വസിക്കാൻ പോകുന്നു. വിട്ടുപിരിയാതെ ചിലവർ അവനോടുകൂടെ സമയം ചെലവഴിക്കാൻ പോകുന്നു. വിട്ടുപിരിയാതെ ചിലരവനോട് കൂടെ വിട്ടുപിരിയാതെ വാസം ചെയ്യാൻ പോകുന്നു. ചിലരവനോട് കൂടെ വിട്ടുപിരിയാതെ ഇരിക്കാൻ പോകുന്നു. എനിക്ക് സങ്കടം വന്നിട്ട് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. ചിലരവരെ വിട്ടുപിരിയാതെ അവനോട് കൂടെ ഇരിക്കാൻ പോകുന്നു. എനിക്ക് അവരോടൊരു ദൂത് കൂടെ പറയാനുണ്ട്. പിറ്റേ ദിവസം അന്ത്രയോസ് എന്ന് പറയുന്നവൻ നേരെ പോയത് പത്രോസിന്റെ അടുക്കലേക്ക്. അവനൊരു ദൂത് പറയാനുണ്ട്. ഞാൻ മിശിഹയെ കണ്ടു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഞാൻ മിശിഹയെ കണ്ടു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. നീ പലർക്കും മിശിഹയെ പരിചയപ്പെടുത്തുന്നവനാകും. ഇവാഞ്ചലിസ്റ്റുകൾ എഴുന്നേൽക്കുന്നു, പാസ്റ്റേഴ്സ് എഴുന്നേൽക്കുന്നു, പ്രൊഫറ്റ്സ് എഴുന്നേൽക്കുന്നു, അപ്പോസ്തൽസ് എഴുന്നേൽക്കുന്നു, ടീച്ചേഴ്സ് എഴുന്നേൽക്കുന്നു. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണേ. മുഖാമുഖം കണ്ട യേശുവിനെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു.
Can I repeat it? മുഖാമുഖം യേശുവുമായി കണ്ടത് മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു. അനദർ ഭാഷയിൽ പറഞ്ഞാൽ, you are going to be another class of ministry. You are getting to another class. Randhano rasili narakabo. മിശിഹയെ അവൻ കണ്ടെത്തി. മിശിഹയെ അവൻ കണ്ടെത്തി. ഇത് നിങ്ങളുടെ അനുഭവമാകാൻ പോകുന്നു. മിശിഹയെ ഞാൻ നേരിട്ട് കണ്ടു. അവന്റെ അടുക്കൽ ഞാൻ ഇരുന്നു. അവനോടുകൂടെ ഞാൻ മുഖാമുഖം സംസാരിച്ചു. കഴിഞ്ഞില്ല. നിങ്ങൾ പറയാൻ പോവുക, ആ യേശുവിനെ എനിക്ക് നിനക്ക് പരിചയപ്പെടുത്തി തരാം. യേശുവിൻ്റെ മുഖാമുഖമുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുക മാത്രമല്ല, അനേകർക്ക് അത് പറയുന്നവരുമാകാൻ പോകുന്നു. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാവോ? നിങ്ങളുടെ ഉള്ളിലൊരു ഡിസയർ വന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. മുഖാമുഖം അവനെ കാണണം. അവനെ മുഖാമുഖം കാണണം. അന്ത്രയോസ് അവനോട് കൂടെ വസിച്ചതുപോലെ എനിക്ക് അന്ത്രയോസിനോട് ചോദിക്കാനുണ്ട്. അന്ത്രയോസേ, 5 അപ്പവും മീനും കണ്ടപ്പോ ഇത് യേശുവിന്റെ കൈ കൊണ്ട് കൊടുക്കാൻ നിനക്ക് എന്നാടാ ധൈര്യമുള്ളേ? ഫിലിപ്പോസിനോടല്ലേ യേശു ചോദിച്ചേ ഇവർക്ക് എങ്ങനെ തിന്നാൻ കൊടുക്കുമെന്ന്? പോക്കറ്റിൽ അവൻ കൈയിട്ടിട്ട് മറുപടി പറഞ്ഞത് കണ്ടോ? ഇവിടെ 5000-ഓളം പുരുഷന്മാര് മിനിമം കാണും. ഇവർക്ക് കൊടുക്കണമെങ്കിൽ 200 വെള്ളി നാണയം പോരാ. അതിന്റെ ഇടയിൽ എന്തിനാ അന്ത്രയോസേ നീ 5 അപ്പവും മീനുമായി ചെന്നത്? അവൻ പറയും, ഞാൻ അവന്റെ കൂടെ വസിച്ചതാ, എനിക്ക് അവന്റെ ഹൃദയം അറിയാം. മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത ആൻഡ്രൂനുണ്ട്. ഇനോസിം കൂടെ കിടന്നാലേ രാപ്പനി അറിയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാ, കൂടെ വസിച്ചാലേ അവന്റെ ഹൃദയം മനസ്സിലാവൂ. വസിക്കുന്നവർ എഴുന്നേൽക്കുകയാ. വസിച്ചവരിൽ ഏറ്റവും ആദ്യം കണ്ട പ്രത്യേകത, അവൻ പുറത്തിറങ്ങിയിട്ട് യേശു താമസിച്ച വീട് കൊട്ടാരമാ. കഫർനഹൂമിലെ ഓഫീസ് കൊള്ളാം. യേശുവിന്റെ വിവരണങ്ങളല്ല, യേശുവിന് കഴിയുന്നതല്ല, യേശുവിനെയാ അവൻ അവതരിപ്പിച്ചത്. മനസ്സിലാവുന്നു എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങൾ യേശുവിനെ പറയുന്നവർ മിശിഹയെ, മിശിഹ എന്ന വാക്ക് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമാണ്. കാരണം രക്ഷകനെ അവതരിപ്പിക്കുന്നവരായി നിങ്ങൾ മാറാൻ പോകുകയാണ്. Those who are walking with His presence, they are going to introduce, they are going to express, they are going to show Jesus to this world. Seasons are coming. New seasons are coming. ആ കൈകളൊന്ന് അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സഭകൾ ഫുൾ ബോർഡ് സ്റ്റേഡിയങ്ങളിലേക്ക് മാറും. സഭകൾ വലിയ വലിയ ഗ്രൗണ്ടുകളിലേക്ക് മാറും. സഭയെ ഉൾക്കൊള്ളാൻ കെട്ടിടങ്ങൾക്ക് സ്ഥലമില്ലാതെയാകും. കേരളത്തിൽ സംഭവിക്കട്ടെ. കേരളത്തിൽ സംഭവിക്കും. ജീസസ് വേൾഡിൽ സംഭവിക്കും. എത്ര പണിഞ്ഞാലും മതിയാകാത്ത വിധത്തിൽ ഇത് എക്സ്റ്റെൻഡഡ് ആയി പോകും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമീൻ പറ. ചിലര് പറയുന്നത് അങ്ങനൊന്നും ആവശ്യമില്ല. നിങ്ങൾക്കറിയാവോ, 2 കാര്യം സഭയിൽ വരുന്ന ദിവസങ്ങളിൽ നടക്കും. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് തിങ്, ആൾക്കൂട്ടത്തെ കണ്ടതുകൊണ്ട് ഒരു കൂട്ടത്തിന് അസൂയ ഉണ്ടായിട്ട് പത്രോസിനെ പിടിക്കാൻ നോക്കി എന്ന് എഴുതിയിരിക്കുന്നേ. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒന്ന് എഴുതിയിട്ടുണ്ട്, അവന്റെ കൂടെ കണ്ട ആൾക്കൂട്ടത്തെ അവർ ഭയന്നു. ആദ്യമ സമയം നടന്ന കാര്യമാ. ആൾക്കൂട്ടം കണ്ടത് ചിലത് പേടിക്കാൻ പോവാ. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? സഭ
സ്റ്റോർ ഹൗസ് ആകും. സമ്പത്തിനെ സഭ നിയന്ത്രിക്കും. സീസൺസ് ആർ കമ്മിങ്. സീസൺസ് ആർ കമ്മിങ്. ഒരു നിമിഷം നിന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് ഞങ്ങൾ ധാരാളം കേട്ടതിൽ ഏറ്റവും പ്രധാനമുള്ളത് ഞങ്ങളുടെ ഫേസ് മാറും. ഞങ്ങൾ ഒരു പുതിയ ഓർഡറിലേക്ക് വരും. ഞങ്ങളൊരു പുതിയ മനുഷ്യനായി മാറും. ഇന്നലകളിൽ ഞങ്ങൾ ഒരു കഴുതയുടെ പുറകിലാണ് എങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരു രാജ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പോകുകയാണ്. ചിലതിൻ്റെ പുറകെ നടന്നിരുന്ന ഞങ്ങൾ ചിലതിൻ്റെ മുമ്പിലാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഈ ജനത്തെ ആ വിധത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നപ്പാ. ഇവർ വലിയ നേതൃത്വങ്ങളാകട്ടെ, 10,000-ങ്ങളെ നടത്തുന്ന, ഒരു രാജ്യങ്ങളെ നടത്തുന്ന നേതാക്കന്മാരായി ഇവർ എഴുന്നേറ്റ് വരട്ടെ. കർത്താവ് ചെയ്യുന്ന എല്ലാ നന്മകൾക്കുമായി നന്ദി. ഇൻ ജീസസ് നെയിം. അഭിഷേകം ഒരു വ്യക്തിയെ മാറ്റുവാനിടയാകും. നിങ്ങൾ ക്രിസ്തുവിലായത് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവിക അഭിഷേകത്താൽ ആയിരിക്കുന്നത് ലോകം അറിയാൻ പോകുന്ന ദിവസങ്ങളാണ്. നിങ്ങളുടെ മാറ്റത്തെ ഒരു റോൾ മോഡലാകും. ഇതുവരെ അംഗീകരിക്കാത്ത നിങ്ങളെ അവർ നാളെ മുതൽ അംഗീകരിക്കാൻ പോവുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ലൈഫിനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. ഈ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചാട്ടെ. അഭിഷേകത്തിൻ്റെ നിറവ് നിങ്ങളുടെ മേൽ ചലിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ കണ്ട ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ മെസ്സേജ് അവരുടെ ലൈഫിനെ മാറ്റട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നമുക്ക് അല്പസമയം സാക്ഷ്യത്തിലേക്ക് പോകാം. ഇവരുടെ സിസ്റ്ററിന്റെ പേര് ചിത്ര എന്നാണ്. മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുമാണ്. എനിക്ക് ഏറ്റവും നന്നായി ചിരിക്കുന്ന ഒരേ ഒരാളെ നിങ്ങളുടെ ചർച്ചിലുള്ളൂ, അത് നിങ്ങളുടെ സ്വന്തം സഹോദരിയാ. പറ. കഴിഞ്ഞ മാസം 25-ാം തീയതി സിസ്റ്ററിന്റെ വസ്തുവിൽ പോയിട്ട് വരുന്ന വഴിക്ക് വീണിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സിസ്റ്ററിന്റെ കണങ്കാല് അകന്നുപോയി. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു. മരുന്നെല്ലാം വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. സിസ്റ്ററിന് കാലിൽ നീരും വേദനയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ബ്രദറിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ നീരും വേദനയും പൂർണ്ണമായി മാറിപ്പോയി എന്നാണ്. ഈ അന്ന് കണ്ടവരാരെങ്കിലും ഉണ്ടോ? അത് കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര് നടക്കാം. അപ്പൊ പോയി കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. അതൊരു വലിയ കാര്യം കേട്ടോ. കാലിൽ എന്തൊക്കെയോ സാധനം ചുറ്റിക്കൊണ്ടാ വന്നിരുന്നേ. നടക്കാൻ ബെൽറ്റ് ഇട്ട് വന്നിരുന്നു. അന്ന് തന്നെ സൗഖ്യമായി. അത് ഞാൻ മനഃപൂർവ്വമായിട്ടും തൊട്ടു നോക്കി കേട്ടോ. അപ്പൊ കാണിച്ചു കൂട്ടിയ മേളമെല്ലാം ഞാൻ വീഡിയോയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാരണം അത്ര വേദനയായിരുന്നു പുള്ളിക്കാരിക്ക്. ഇതെന്തോ കാലി കെട്ടി വെച്ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, ഇത്രയും കെട്ടും പൂട്ടൊക്കെ ഉണ്ടോ? എൻ്റെ യേശുവേ, നിങ്ങളും കൂടെ കര ഉയർത്തി പ്രാർത്ഥിച്ച് ഞാനത് ഊരിക്കളയാൻ പോവാ. ഇതെല്ലാം എടുത്തില്ലേ ചാ? വേദനയുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? സൗഖ്യമായാലും എങ്ങനെ അറിയുന്നല്ലാതെ ഞാൻ ഞെക്കി നോക്കുമോ വേദന വരുമെന്ന് അറിയട്ടെ. നമുക്ക് പറ്റിയ ചാൻസ് രണ്ടാമക്ക് നോക്കാം. വേനുണ്ട് ഉണ്ട് ഉണ്ട്. ഓ, എടുക്കുന്നില്ല ചാ, മതി. കർത്താവേ, നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി അപ്പാ. നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി അപ്പാ. നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി അപ്പാ. നീ കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. ചലിപ്പിക്കേ. പോയി. നന്ദിയപ്പ, അങ്ങയുടെ അത്ഭുത സൗഖ്യത്തിനായി നന്ദിയപ്പ. നോക്ക പോയി. നിങ്ങളെന്താ കൈയടിക്കാത്തെ? വാ. ഇല്ല, നേരത്തെ മൂക്കും കണ്ണൊക്കെ കാണിച്ചോണ്ടിരുന്ന നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ആരും കണ്ടില്ല ഇതൊന്നും. ഞാൻ മനഃപൂർവ്വം ചെയ്തതാ. ഇത് ഇയാൾ വിശ്വാസത്തോടെ വന്നിരിക്കുന്നത്. ഇതിനകത്ത് അത്ഭുതം ഉണ്ടാവുമെന്ന് എനിക്കും അറിയാം. കർത്താവേ, നീ ചെയ്ത സൗഖ്യത്തിന് നന്ദിയപ്പ. നടന്ന അന്ന് എനിക്ക് ബെഡിൽ അവരെ കാല് വെക്കാൻ പറ്റിയില്ല. ബെഡിൽ വെക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ കണ്ണടച്ചിട്ട് കിടക്കുമ്പോൾ എനിക്കൊരു സ്വപ്നം വന്നു. ബ്രദറിയാണ് ഞാൻ കണ്ടത്. ബ്രദർ സംസാരിച്ച്, വിധവയെ മാനിക്കുന്നത് കർത്താവാണ്, നീ എങ്ങനെ ശരീരത്തിൽ കയറി. ആ സെക്കൻഡ് ഒരു ശബ്ദം, ഒരു ഒച്ച വെച്ചിട്ട് പോയ ശബ്ദം എൻ്റെ കാലിൽ വ്യക്തിപരമായി ഞാൻ കേട്ട്. ആ നിമിഷം എൻ്റെ കാല് ബെഡിലെ വയ്ക്കാൻ പറ്റി. അതിനുശേഷം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു, കംപ്ലീറ്റ് സൗഖ്യമായി. കർത്താവ് ചെയ്ത ഉപകാരത്തിന് നന്ദി പറഞ്ഞേ.
നാട്ടിലെ ഉണർവ് പത്തനാപുരത്ത് ഫെബ്രുവരി 26 രാവിലെ 10:30 മുതൽ സ്ഥലം ന്യൂ മംഗല്യ ഓഡിറ്റോറിയം കല്ലുംകടവ്. മിറക്കിൾ സൺഡേ തൃശൂരിൽ മാർച്ച് 2 രാവിലെ 10:30 മുതൽ സ്ഥലം താണ്ടിയേക്കൽ കൺവെൻഷൻ സെന്റർ എലൈറ്റ് ഹോസ്പിറ്റലിന് സമീപം കുറുക്കഞ്ചേരി. കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മളിലൂടെയാണ് കർത്താവ് ചെയ്യുന്നത്, നിങ്ങളിലൂടെയാണ്, ക്രിസ്തുവിലായിരിക്കുന്ന നിങ്ങളിലൂടെയാണ് കർത്താവ് അത്ഭുതത്തെ ചെയ്യുന്നത്. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ വിശ്വാസത്തോടെ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. അപ്പോൾ എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അഭിഷേകം ചലിക്കണം അപ്പാ, അത്ഭുതം ചലിക്കണം അപ്പാ. കർത്താവ് ഇവരായിരിക്കുന്ന വേദനയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായൊരു വിടുതലുണ്ടാകട്ടെ. യേശു എന്നത് അനുഭവിക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് കർത്താവേ. ഇവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവിനെ അനുഭവിക്കട്ടെ അപ്പാ. അവരായിരിക്കുന്ന പ്രയാസങ്ങളിൽ ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ. എൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. വയറ്റിൽ പ്രയാസമായതിനെ തുടർന്ന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലായിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പല ടെസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി ടെൻഷനോടെയാണ് എൻ്റെ മുൻപിലായിരിക്കുന്നത്. വിശ്വാസത്തോടെ ആ ഭാഗത്തോട്ട് കൈകൾ വെച്ചാട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴത് സൗഖ്യമാകട്ടെ അപ്പാ, ഇപ്പോഴത് സൗഖ്യമാകട്ടെ അപ്പാ. ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം, കാലിൽ നിന്ന് വെള്ളമൊഴുകിയാണ്, നീര് പൊട്ടിയിട്ട് വെള്ളമൊഴുകുന്ന സ്ഥിതിയിൽ. കർത്താവേ, ആ കാലുകൾ സൗഖ്യമാകട്ടെ അപ്പാ, ആ കാലുകൾ സൗഖ്യമാകട്ടെ. അവിടുത്തെ അത്ഭുത കരം ചലിക്കട്ടെ അപ്പാ, ആ കാലുകൾ സൗഖ്യമാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അതേപോലെ ഒരു ചുമപ്പും വെള്ളയും കൂടെ ചേർന്ന ഒരു പൂവ് അലർജി ആയതിനെ തുടർന്ന് പ്രയാസത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ അത്ഭുതം ചലിക്കുന്നത് ഓർത്ത് നന്ദി. കർത്താവ് ഇവരുടെ കൈകൾ അത്ഭുതമാകട്ടെ, ഇവർ അനേകർക്ക് അത്ഭുതമായി തീരട്ടെ. കർത്താവെ അവരുടെ ചുറ്റുപാടുമായിരിക്കുന്നവർക്ക് അനുഗ്രഹമാകട്ടെ അപ്പാ. കർത്താവെ ഈ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനുമേൽ ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.